ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിലെ എതിരാളികൾ ചെന്നൈയിൻ FC ആണ്. വരുന്ന വ്യാഴാഴ്ച രാത്രി ഇന്ത്യൻ സമയം 7:30 ഈ മത്സരം നടക്കുക. ചെന്നൈയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ആദ്യ പാദ മത്സരത്തിൽ അഥവാ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുന്നത് TGPയും അതുപോലെ തന്നെ തോമസും ചേർന്നുകൊണ്ടാണ്. ചെന്നൈയുടെ പരിശീലകനായിക്കൊണ്ട് ഉള്ളത് പ്രശസ്തനായ ഓവൻ കോയലാണ്. ISLൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള പരിശീലകനാണ് ഓവൻ കോയൽ. ഏതായാലും അദ്ദേഹത്തെ നേരിടുന്നതിനെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ TG പുരുഷോത്തമനോട് ചോദിക്കപ്പെട്ടിരുന്നു. ആ പരിശീലകനെ താൻ ബഹുമാനിക്കുന്നുണ്ട് എന്നുള്ള കാര്യം TGP പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പരിശീലകന്റെ ടാക്ടിക്സിൽ കേന്ദ്രീകരിക്കാതെ തങ്ങളുടെ സ്വന്തം പെർഫോമൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന കാര്യവും TGP ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പരിശീലകനോട് എല്ലാവിധ ബഹുമാനവും ഉണ്ട്. ഒരുപാട് കാലമായി ഇവിടെയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ഞങ്ങൾക്ക് മുന്നിലുള്ളത് ഞങ്ങൾ എന്തായാലും നേടേണ്ടതാണ്. ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ പെർഫോമൻസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അല്ലാതെ പരിശീലകന്റെ ടാക്ടിക്സിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പോരാ. എല്ലാ വെല്ലുവിളികളെയും മറികടക്കണം. ഞങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടതുണ്ട്. ഇതാണ് TG പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത്. അതായത് സ്വന്തം പെർഫോമൻസ് ഉഷാറാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു എന്നുള്ളത് മാത്രമല്ല, ആ ഒരു പ്രകടനം വളരെ മോശമായിരുന്നു എന്നുള്ളതാണ്. അത് ആരാധകരെ നിരാശപ്പെടുത്തിയ കാര്യമായിരുന്നു. പക്ഷേ ഡുഷാൻ ലഗാത്തോർ ഉൾപ്പെടെയുള്ള താരങ്ങൾ തിരികെ എത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.